അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാളും ഇന്ന് പോയിട്ടുള്ളത് ഡൽഹിയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള റെഡ് ഫോർട്ട് കാണാനാണ്. കുറേ ആഗ്രഹിച്ചിരുന്ന് കാണണമെന്ന് വിചാരിച്ചൊരു സ്ഥലമായിരുന്നു കേട്ടോ ഈ റെഡ് ഫോർട്ട്. അപ്പോൾ രണ്ടാൾക്കും ഒഴിവ് കിട്ടുമ്പോഴേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. തണുപ്പൊക്കെ ചെറുതായിട്ട് തുടങ്ങുമ്പോൾ പോണതാണ് നല്ലത്, അല്ലെങ്കിൽ നല്ല വെയിലടിക്കും ഇവിടെ. അത്രയും വെയിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. പോണ വഴിയോരങ്ങളിൽ ഇങ്ങനെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ മുറിച്ച് വെച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. കഴിക്കോ ഇല്ലേ എന്നൊന്നും അറിയില്ല. എന്നാലും സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് ഒരു തവണയെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊന്നും അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഈ പരിസര പ്രദേശങ്ങളൊന്നും എനിക്ക് വല്ലാണ്ട് വൃത്തിയായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ യാത്രയായി രണ്ടാളും കൂടിയിട്ട്. ഈ വഴിയോര കാഴ്ചകളും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഡൽഹി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് നേരിട്ട് കാണുകയെന്ന് പറഞ്ഞാൽ അതൊരു നമുക്ക് മെമ്മറിയിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു വിസിറ്റ്സ് അല്ലേ ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ റെഡ് ഫോർട്ടിലാണ്. റെഡ് ഫോർട്ടിൻ്റെ ഹിസ്റ്ററി ഒന്നും എനിക്ക് വല്ലാണ്ട് ഓർമ്മയില്ല, ചെറുതായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻട്രിയുടെ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. നമുക്ക് ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് 60 റുപ്പീസിൻ്റെയാണ് ടിക്കറ്റ് വരുന്നത്. എന്നാലും ടിക്കറ്റ് എടുത്താലും നമുക്ക് ഒരുപാട് ഇതിൽ കാണാനുണ്ട്. കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. റെഡ് ചെക്കല്ല് ഉപയോഗിച്ചിട്ട്, ചുവന്ന കല്ല് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു ഫോർട്ട് മൊത്തം. ഇതിൽ നമ്മുടെ രാജാവിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ കാണുന്നതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ എക്സ്പോകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമുണ്ട്, ഒരുപാട് ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ ചുവരുകളുടെ നഗരം എന്നറിയപ്പെടുന്ന പഴയൊരു ഡൽഹിയിലെ മുഗൾ ഭരണാധികാരിയായിരുന്ന നമ്മുടെ ഷാജഹാൻ രാജാവ് പണി കഴിപ്പിച്ച വിസ്തൃതമായ ഒരു കോട്ടയാണ് നമ്മുടെ ഈ റെഡ് ഫോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ഗൂഗിൾ ചെയ്ത് തപ്പിയിട്ട് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഷാജഹാൻ ഇതിന് പഴയൊരു ഇതിൽ പേരിട്ടിരുന്നത് കിലായി അല്ല എന്നാണ് പേരിട്ടിരുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. മുഗൾ ഭരണാധികാരികൾ മൊത്തം ഇതിലാണ് വസിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഈ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ചുവപ്പ് കല്ലുകളാണ്. എനിക്ക് ആ വാതിലൊക്കെ കണ്ടപ്പോൾ ഒരു ജയിലിൻ്റെ വാതിലൊക്കെ പോലെ തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ അറിയാൻ ആകാംക്ഷയുണ്ട്. ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട്. പല സംസ്ഥാനങ്ങളുടെ അവരുടെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് ഷോപ്സ് ഞാനിവിടെ. പണ്ട് ഒരുപാട് രാജ്യങ്ങളിലെ രാജാക്കന്മാരൊക്കെ ഇവിടെ വിപണനത്തിനും വ്യവസായത്തിനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ വ്യവസായത്തിന് വേണ്ടിയിട്ട് 2 നിലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാടുണ്ട് നമുക്ക് ലേഡീസിനെ പറ്റിയിട്ടുള്ള ഫാൻസി ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഹാൻഡിക്രാഫ്റ്റ്സും എല്ലാം ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോണത് ഇതിൻ്റെ ഉള്ളിൽ പല സെക്ടേഴ്സായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പേരിലാണ് ഇതിലൊക്കെ അതിൻ്റെ ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് സൂം ചെയ്ത് വായിക്കണം എന്നുണ്ടെങ്കിൽ വായിക്കാതെ, അതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് ആയി എടുത്തിട്ടുള്ളത്. ഓരോ ഏരിയാസുണ്ട്. പള്ളിയുണ്ട്, രാജാവിന് നൃത്തം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം സ്പേസ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ആഡംബര പ്രൗഢിയോട് കൂടിയിട്ടാണ് ഈ ഒരു കോട്ട ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ലൊരു വൈബ് തന്നെയാണ്. നമുക്ക് വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്രകൃതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ കുറേ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടും പിന്നെ ആ ഒരു ലക്ഷറി ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇത്രയും ചുവപ്പ് കല്ലുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അന്നത്തെ ഒരു ബുദ്ധിയിൽ ഇങ്ങനൊരു കോട്ട പണിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ ഹിസ്റ്ററിയിലും കാര്യങ്ങളിലൊക്കെ ഇത് ഇടം പിടിച്ചിട്ടുള്ളത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഈ ഒരു റെഡ് ഫോർട്ട് ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾ ഓവർ ഞാൻ നിങ്ങൾക്ക് ഈ കാണിക്കുന്നത് പോലെയാണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാട്ടോ. എപ്പോഴും ഇവിടെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഹോളിഡേയ്സിലും ഹോളിഡേ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും എല്ലാ കുട്ടികളായിക്കോട്ടെ, കോളേജ് ട്രിപ്പ് ആയിക്കോട്ടെ, ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഈ കാണുന്ന ഏരിയ മൊത്തം രാജകീയ പ്രൗഢിയോടുകൂടി അലങ്കരിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതെങ്ങനെയായിരുന്നു, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്. ഒരുപാട് കല്ലുകളും എക്സ്പെൻസീവായ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരുന്നതാണ്. ഒരു യുദ്ധം വന്നതിന് ശേഷം ഇതെല്ലാം നശിച്ചു പോയി, കൊണ്ടുപോകും, അതിൽ നിന്ന് എടുത്ത് അടർത്തി കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ഉണ്ടായി എന്നാണ് നമ്മളവിടെ ചെന്ന് പറഞ്ഞത്. ഇപ്പം അത് ജസ്റ്റ് ഒരു സിമൻറ്റ് മാത്രമേ നമുക്ക് അവിടെ അങ്ങനെ കാണാൻ പറ്റൂ. സിമൻ്റ് അല്ല, ആ ഒരു കല്ലിൻ്റെ ഒരു പോർഷൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് നമ്മുടെ ഒരു പണ്ടത്തെ കോടതി പോലെയൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. രാജാവിന് ഓഡിയൻസിന് വന്ന് ഇരിക്കാനുള്ള അത്രയും സ്പേഷ്യസ് ആയിട്ടൊരു സ്ഥലമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോരുത്തരുടെ കംപ്ലയിൻറ്റ്സ്, ഗ്രീവൻസസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ ഒരുപാട് ആൾക്കാരെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും.
അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാട്ടെ. ഞാൻ മാക്സിമം അതിൽ ഉൾക്കൊള്ളിച്ചിട്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കോടതിയിലൊക്കെ മെയിനായിട്ടുള്ള ജഡ്ജി ഇരിക്കുന്ന പോലെ നമ്മുടെ രാജാവ് ഇരുന്നിട്ട് സാധാരണക്കാരുടെ കംപ്ലയിൻസും കാര്യങ്ങളും ഒക്കെ ഒത്തുതീർപ്പാക്കി അതിന് സൊല്യൂഷൻ കണ്ടെത്തി. ഇത് ആ ഒരു ഇരിപ്പിടത്തിൻ്റെ സൂമായിട്ടുള്ളൊരു വേർഷനാണ്. നല്ല രസത്തിൽ ചെയ്തെടുത്തിട്ടുള്ള കുത്തുപണികളോട് കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇരിപ്പിടമാണിത്. അപ്പോൾ രാജാവ് ഇവിടെ വന്നിരുന്നിട്ടാണ് സാധാരണ ജനങ്ങളുടെയും എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ കേട്ട് ഒത്തുതീർപ്പാക്കിയിരുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഡൽഹിയിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ വൺ ടൈം ആയിട്ടൊന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഹിസ്റ്ററിയൊക്കെ പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, അല്ലെങ്കിൽ ഈ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്യാപ്റ്റായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്ന നമ്മുടെ ചെങ്കൽക്കോട്ട അല്ലെങ്കിൽ റെഡ് ഫോർട്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട് നമ്മുടെ രാജാവിന് ഇരിക്കാനും ആസ്വദിക്കാനും, പിന്നെ പള്ളിയും അങ്ങനത്തെ ഒരുപാട് വിശ്വാസ പ്രാധാന്യമായ ഒരുപാട് സ്ഥലങ്ങൾ ഈ ഒരു ഏരിയയുടെ ഉള്ളിൽ തന്നെ ഈ ഒരു വിസ്തീർണത്തിൽ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു അത്ഭുതം ആയിട്ടുള്ള കാര്യം. അപ്പോൾ പണ്ടത്തെ വാട്ടർ ഫൗണ്ടെയിൻ പോലത്തെ സംഭവമാണ് കേട്ടോ ഈ ഒരു നടുക്ക് വെച്ചിട്ടുള്ളത്. പിന്നെ ഓരോ ഏരിയാസ് ഉണ്ട് ഇവിടെ, പല പോർഷനിലാണ് പല ഏരിയാസും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും ഹിസ്റ്ററി ഇതാ ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നെക്സ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നത് രംഗ് മഹലാണ്. രംഗ് മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും റോയൽ ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഈ രംഗ് മഹൽ. അതിൻ്റെ ഭയങ്കര എന്താ പറയുക, ഈ കളറുകൾ കൊണ്ട് അത്രയും അത്യപൂർവമായി ചെയ്തിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഈ രംഗ് മഹലിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റെഡ് ഫോർട്ട്. കാര്യങ്ങളൊക്കെ എനിക്ക് റെഡ് ഫോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ജുമാ മസ്ജിദ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഞാൻ നേരത്തെ ഒന്ന് കാണിച്ചത്. മുകളിൽ നിന്നിട്ട് താഴത്ത് കാണിച്ചില്ലേ, അതിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ ജുമാ മസ്ജിദ് ഇവിടെ തന്നെയാണ്. എപ്പോഴും ഇവിടെ ആൾക്കാർ കൊണ്ട് തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്.